പേജ് നമ്പർ 28. GK ആണ് പേജ് നമ്പർ 28. Rapid fire. Tick the correct answer. Who proposed the theory of evolution in the book on the origin of species? ആരുടെയാ origin of species? Origin of species. Louis Pasteur, Robert Hooke, Charles Darwin, Gregor Mendel. Third one. Ara Charles Darwin. Charles Darwin. Charles Darwin. Just say. ഞാൻ പറഞ്ഞത് മറന്നോ? എവിടെ പോവാണെങ്കിൽ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് പോയിക്കോ, കുഴപ്പമില്ല. ചാൾസ് ഡാർവിൻ. Second one, which of these natural fibers is obtained from the flower of a plant? ഇതിൽ ഏത് നാച്ചുറൽ ഫൈബർ ആണ് ഒരു പൂച്ചെടിയിൽ നിന്നുണ്ടാക്കുന്നത്? കോട്ടൺ, ഹെമ്പ്, സിൽക്ക്, ജൂട്ട്. കോട്ടൺ, സിൽക്ക്, ഹെമ്പ്, ജൂട്ട്. ഏതാ? കോട്ടൺ. യെസ്, കറക്റ്റ്. കോട്ടൺ. 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 Then third one, dash is not a web browser. Dash is not a web browser. Web browser അല്ലാത്തത് Gmail, Internet Explorer, Mozilla Firefox, Google Chrome. Which is not a web browser? Web browser അല്ലാത്തത് Gmail. Yes, correct. Gmail. Gmail ആണ് മോളെ. Okay. Then fourth one, which of the following is not a photo sharing website? Photo sharing website അല്ലാത്തത് Flickr, Instagram, Pinterest, Quikr. Which is not a photo sharing website? Yes, last one, Quikr. Yes, correct. D is the correct answer. Then next one, write T for true or F for false. True or false? The boiling point of water increases when pressure increase. അതായത് വെള്ളം തിളക്കുന്നത് water increases when pressure increase. ശരിയാണോ? വെള്ളം കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടുവോ? Yes, true. True. The boiling point of water increases when pressure increases. That is true. Then second one, vitamin K is necessary for blood coagulation. Vitamin K ആവശ്യമാണ് blood coagulation ആവശ്യമാണ് vitamin K. ശരിയാണോ തെറ്റാണോ? എന്താ ജുവാന? ജുവാന സർക്കുലേഷൻ അല്ലേ? ബ്ലഡ് സർക്കുലേഷൻ അല്ലേ? അവിടെ വേണ്ടത് അങ്ങനെയാണ്, പക്ഷെ അങ്ങനെ കൊടുത്തില്ല. ഇല്ല, കുഴപ്പമില്ല, അങ്ങനെ തന്നെ നിന്നോട്ടെ, മാറ്റണ്ട. തെറ്റൊന്നുമില്ല, അങ്ങനെ നിന്നോട്ടെ കേട്ടോ. എവിടെയായിരുന്നു പറഞ്ഞത്? വിറ്റാമിൻ കെ ഈസ് നെസസറി ഫോർ blood coagulation. That is true. True. ശരിയാണ്. മൂന്നാമത്തത്, the full form of GPRS is Global
പൊസിഷനിങ് റേഡിയോ സർവീസ്. ഗ്ലോബൽ പൊസിഷനിങ് റേഡിയോ സർവീസ്. ട്രൂ ആണോ ഫോൾസ് ആണോ? അതാണോ അതിന്റെ ഫുൾ നെയിം? ദാറ്റ് ഈസ് ഫോൾസ്. എന്താ അതിന്റെ ഫുൾ നെയിം? എന്താ GPRSന്റെ? ആർക്കെങ്കിലും അറിയോ? GPRSന്റെ ഫുൾ നെയിം ആർക്കെങ്കിലും അറിയോ? ഇല്ല. അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്ത് ഇതിന്റെ അത് കണ്ടുപിടിച്ചോട്ടോ. എന്തെങ്കിലും ഒരു പണി വേണ്ടേ? എല്ലാം ഞാനിങ്ങനെ പറഞ്ഞു തന്ന് നിങ്ങളെല്ലാം പറഞ്ഞു തന്ന് എല്ലാത്തിന്റെ ആൻസറും പറഞ്ഞു തന്ന് അത് കുറെ അങ്ങ് ബൈഹാർട്ട് പഠിക്കുക. അത് വേണ്ട, കുറെ നിങ്ങളും കണ്ടെത്തുക. GPRS എന്തായാലും ഗ്ലോബൽ പൊസിഷനിങ് റേഡിയോ സർവീസ് അല്ല. GPRS പാക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? GPRS ഫോണിലൊക്കെ മെസ്സേജ് വരാറില്ലേ? എന്താ അത്? എന്താ? യെസ്, കണ്ടുപിടിക്കണേ. ലാസ്റ്റ് വൺ. ബ്ലൂടൂത്ത് ഈസ് എ വയർലെസ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ബ്ലൂടൂത്ത് വയർലെസ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണോ? ബ്ലൂടൂത്ത് ദാറ്റ് ഈസ് ട്രൂ, വയർലെസ് ആണ്. എന്താ ജുവാന? GPRSന്റെ ഫുൾ ഫോം പറയട്ടെ? ജനറൽ പാക്കേജ് റേഡിയോ സർവീസ്. ജനറൽ പാക്കേജ് റേഡിയോ സർവീസ്. ജനറൽ പാക്കേജ് റേഡിയോ സർവീസ്. ഓക്കെ. ദെൻ പൊസിഷനിങ് അല്ല കേട്ടോ, പാക്കേജ് ആണ്. നെക്സ്റ്റ് വൺ. സർക്കിൾ ദ കറക്റ്റ് ആൻസർ. താഴെ കാണുന്നതില് കറക്റ്റ് ആൻസർ സർക്കിൾ ചെയ്യാം. ഒന്നാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ഓർ ഹൈഡ്രജൻ ഓർ ഓക്സിജൻ കോൺട്രിബ്യൂട്ട്സ് ദ മോസ്റ്റ് ടു ദ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഏതാ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, ഹൈഡ്രജൻ ആണോ, ഓക്സിജൻ ആണോ? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലേ? അല്ലേ? നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്ലാന്റ്സ് യൂസ് ചെയ്യുക അല്ലേ? പഠിച്ചതല്ലേ? യെസ്. സെക്കൻഡ് വൺ. ദ ക്യാരക്ടർ ലിമിറ്റ് ഇൻ SMS ഈസ് നോ ലിമിറ്റ്, 140, 160. ക്യാരക്ടർ ലിമിറ്റ് ഇൻ SMS ലെ ക്യാരക്ടർ ലിമിറ്റ് നോ ലിമിറ്റ്. SMS അതായത് മെസ്സേജ് അയക്കുന്നതിന് ലിമിറ്റ് ഇല്ല. ക്യാരക്ടർ എത്ര ക്യാരക്ടറിന് ലിമിറ്റ് ഇല്ല. അല്ലെങ്കിൽ 140 ആണ്, അല്ലെങ്കിൽ 160 ആണ്. SMS 160 160 ക്യാരക്ടറേ പറ്റുള്ളൂ. 160 limit in 160. Then third one, another name for sulfuric acid is dash. Sulfuric acid inde മറ്റൊരു പേര്. Sulfuric acid inde മറ്റൊരു പേര്. എന്താ sulfuric acid ന്റെ മറ്റൊരു പേര്? വിനിഗർ, ഫ്ലോറിഡ്, ഓയിൽ ഓഫ് വിട്രിയോൾ. വിനിഗർ, ഫ്ലോറൈഡ്, then oil of vitriol. ഫ്ലൂറോയിഡ് ആണോ, വിനിഗർ ആണോ, വിട്രിയോൾ ആണോ? സൾഫ്യൂരിക് ആസിഡിന്റെ മറ്റൊരു പേര് ഓയിൽ ഓഫ് vitriol. Oil of vitriol is the another name of sulfuric acid. Sulfuric acidന്റെ മറ്റൊരു പേരാണ് oil of vitriol. Last one. The emoticon D stands for dash. Emoticon D എന്ന് പറഞ്ഞാൽ എന്താ? സ്വീറ്റ്, ബിഗ് സ്മൈൽ, വെരി ആംഗ്രി, ഹംഗ്രി. ഇമോട്ടിക്കോൺ സ്വീറ്റ്. കറക്റ്റ്, സ്വീറ്റ്. ഓക്കെ, അത്രയും കിട്ടിയില്ലേ? നെക്സ്റ്റ് വൺ ഹൗസത്ത്. അതിലെ ദ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഓർ IPL ഈസ് ആൻ
annual cricket tournament played since 2008. Each team plays overs in a game. The game lasts for less than 4 hours. എന്താ പറഞ്ഞേ? ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL is an annual cricket tournament. അതൊരു ആനുവൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. പ്ലേഡ് സിൻസ് 2008 മുതൽ. ഈച്ച് ടീം പ്ലേസ് 20 ഓവേഴ്സ് ഇൻ എ ഗെയിം. ഓരോ ടീമും എത്ര 20 ഓവർ. Then the game lasts for less than 4 hours. എത്ര മണിക്കൂർ ഉണ്ടാവും? 4 മണിക്കൂറിൽ കുറവ്. ഇവിടെ കൊടുക്കുകയാണേ, ഹിയർ ആർ 6 scorching deliveries. See how many you can hit to the boundary. Tick the correct answers. തന്നെ ചെയ്യോ? ശ്രീ വിഷ്ണു, എന്താ ക്യാമറ ഓഫ് ആക്കിയേ? പിന്നെ ഞാൻ വിളിച്ചപ്പോഴെങ്ങനെയാ ക്യാമറ ഓൺ ആയത്? Then during which month is the tournament played? ഏത് മന്തിലാണ് ടൂർണമെന്റ് ഉണ്ടാവുക? IPL ടൂർണമെന്റ് ഏത് മന്തിലാണ് ഉണ്ടാവുക? മാർച്ച് ഏപ്രിൽ മെയ്, ജൂൺ ജൂലൈ ആഗസ്റ്റ്. ഏത് മന്തിലാണ് IPL ടൂർണമെന്റ് ഉണ്ടാകുക? ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഏപ്രിൽ മെയ്യിലാണ് IPL ടൂർണമെന്റ്. ഏപ്രിൽ മെയ്. Then രണ്ടാമത്തെ, who is the official sponsor of the IPL? IPLന്റെ ഒഫീഷ്യൽ സ്പോൺസർ ആരാണ്? DLF, പെപ്സി, സഹാറ ഇന്ത്യ, കോക്ക്. ആരാ IPLന്റേത്? പെപ്സി. യെസ്, പെപ്സി is the official sponsor of IPL. പെപ്സി ആണ്. കാണാറില്ലേ? പെപ്സി എന്നുള്ള ബോർഡ് വെച്ചിട്ട് കണ്ടിട്ടില്ലേ? Then third one, which one of the following teams has never won the tournament? ഇതിൽ താഴെ പറഞ്ഞ ഏതാണ് ഒരിക്കലും ടൂർണമെന്റ് നേടാത്തത്? ഡൽഹി. യെസ്. എന്താ? എന്തോ ജുവാന പറയുന്നുണ്ട്. എന്താ ജുവാന? ഡൽഹി ക്യാപ്റ്റൻസ്. ഡൽഹി ക്യാപ്റ്റൻ ആണ് അവിടെ ഉള്ളത്. ക്യാപിറ്റൽസ്. അവിടെ എന്താ എഴുതിയിട്ടുള്ളത്? ഡൽഹി ക്യാപിറ്റൽസ് ആണോ? ഡൽഹി ഡാരേ ഡേവിൾസ് അല്ലേ? ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾ എന്താ അവിടെ എഴുതിയിട്ടുള്ളത്? അവിടെ എന്താ ഓപ്ഷൻ എന്ന് പറഞ്ഞേ? കാണൂല, എനിക്ക് കാണൂല, പറഞ്ഞാ മതി. എനിക്ക് വന്നിട്ടുള്ളത് ഡൽഹി ക്യാപിറ്റൽ, മുംബൈ ഇന്ത്യൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, രാജസ്ഥാൻ റോയൽസ്. ഡൽഹി ക്യാപിറ്റൽ എന്തായിരുന്നു? ജസ്റ്റിസ് എന്തോ പറയുന്നുണ്ട്. എന്റെ കയ്യിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതാ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ? അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനാ? സ്പോൺസർ ആരാന്ന് ചോദിച്ചില്ലായിരുന്നോ? അതില്ല. ഇല്ല. അപ്പൊ ഇപ്പൊ തന്നതിനകത്ത് നിങ്ങൾക്ക് ഡൽഹി എന്താ ഓപ്ഷൻ ഉള്ളത്? ഡൽഹി ക്യാപിറ്റൽസ്. ക്യാപിറ്റൽസ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെ എഴുതുക. എൻ്റെ അകത്ത് അങ്ങനെയല്ല, ഡൽഹി വേറൊരു വാക്കാണുള്ളത്, തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ഡൽഹി ക്യാപിറ്റൽസ് എന്നാക്കുക കേട്ടോ. അപ്പൊ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടീംസ് ഹാസ് നെവർ വൺ ദ ടൂർണമെന്റ്? ഡൽഹി ക്യാപിറ്റൽസ്. ദെൻ ഫോർത്ത് വൺ, ടെക്സ്റ്റിൽ മാറ്റമുണ്ട്, ചിലതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതാ പറഞ്ഞത്. Then fourth one, which country hosted a few matches during IPL? Which country hosted a few matches during IPL 7? UAE. Yes, correct. UAE. Then fifth one, which one of the following teams still exist? Which one of the following teams still exist? King,
11 Punjab. Kings 11 Punjab. Kings 11 Punjab. Last one. Caps of which colors are awarded to the highest run scorer and the highest wicket taker? ഏതാ? Orange and purple. Orange and purple. എന്താടാ ശ്രീ വിഷ്ണു? ആ എന്താടാ? മിസ് പറഞ്ഞില്ലേ ഒഫീഷ്യൽ സ്പോൺസർ ഓഫ് IPL അത് എന്റെ അതിനകത്തുണ്ട്. പെപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ മിസ് പറഞ്ഞ അതേ ഓപ്ഷൻ തന്നെയാണ് എന്റെ ഉള്ളത്. ഓക്കെ. ആ ടെക്സ്റ്റിൽ മാറ്റമുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. ഓറഞ്ച് ആൻഡ് പേർപ്പിൾ. ഇനി ഫോർ വിച്ച് ടീംസ് ഡു ദേ പ്ലേ? താഴെ കണ്ടോ? 3 ആൾക്കാരെ തന്നവർ ഏത് ടീമിലാ? എന്താ ഇൻട്രസ്റ്റ് അത് പറയുമ്പോ അല്ലേ? ഏതാ ഒന്നാമത്തെ ആളേതാ? ഒന്നാമത്തെ ആള് ഏതിലാ? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അല്ലേ? ആദ്യത്തെ ആള് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. രണ്ടാമത്തെ ആള് റൈസിംഗ് പൂനെ. രണ്ടാമത്തെ ആള് 3 ഇല്ലേ അവിടെ? രണ്ടാമത്തെ ആള് എന്താ ജുവാന? ടെക്സ്റ്റിൽ മാറ്റമുണ്ടോ? മിസ് ഞങ്ങൾക്ക് ഇവിടെ മഹേന്ദ്ര സിംഗ് ധോണിയെ തന്നേക്കുന്നത്. അത് ശരി. ധോണിനെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങളത് ഹോംവർക്ക് ആയിട്ട് ഏറ്റെടുക്കുക കേട്ടോ. അത് നിങ്ങൾ ഹോംവർക്കായി ചെയ്യുക. എല്ലാ ടെക്സ്റ്റിലും വേറെ വേറെ ആയതുകൊണ്ട് നിങ്ങളത് ഹോംവർക്കായി എടുക്കാം. 3 ആൾക്കാരുടെ പേര് ഹോംവർക്കായി ചെയ്യാം. അത് നിങ്ങൾക്ക് അറിയുന്നല്ലേ. നെക്സ്റ്റ് വൺ, പേജ് നമ്പർ 30. പേജ് നമ്പർ 30. The language of sports. Language of sports. ഒന്നാമത്തത് കണ്ടോ? Every sport has some terms that are used only in that sport. You cannot talk about the sport without referring to those terms. Pick up the terms given in the box below and write them against the corresponding sport. കണ്ടോ? അത് തനിയെ ചെയ്യോ? തനിയാൻ പറ്റില്ലേ? ജസ്റ്റിസേ തനിയാൻ പറ്റില്ലേ? ഓക്കെ. അതുപോലെ പേജ് നമ്പർ 31 അതും നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നതാ. പേജ് നമ്പർ 31 പറ്റൂലേ? പറ്റും. വെൽക്കം ടു ദ ഗെയിംസ്. അത് രണ്ടും നിങ്ങൾ തനിയെ ചെയ്യുക, ഹോംവർക്ക് ആണ്. അടുത്തത് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ്. ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് 32. ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ്. ഈ GK ഒന്നുമില്ല, നിങ്ങൾക്ക് തനിയെ വായിച്ച് പഠിക്കാനുള്ളതേ ഉള്ളൂ. Every sport has its stars, but some stars shine brighter than others. Here are some brightest stars of different sports. നമുക്കറിയാം ഓരോ സ്പോർട്ടിലും സ്റ്റാർസ് ഉണ്ട് അല്ലേ? ഉണ്ട്. ചില ആൾക്കാർ തിളങ്ങി നിൽക്കും, മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർക്ക് കുറച്ച് എന്താ പറയാ അറിയപ്പെടുന്ന കാര്യങ്ങൾ കൂടുതലായിരിക്കും. അതായത് അവർ കുറച്ച് സ്റ്റാർ ആയിരിക്കും. Write the names of the sport these stars are associated with. താഴെ കുറെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവർ ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം. ഒന്നാമത്തെ യാനി സെങ്, അന്നിക സ്വരൻസം, ടൈഗർ വൂഡ്സ്, ഗ്രേ നോർമൺ. ഇവർ ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടതാ? ഏതാ? ഗോൾഫ്. GOLF. ഗോൾഫ്. GOLF. GOLF. ഗോൾഫ്. അടുത്തത് മൈക്കൽ ജോർദാൻ, ഷേർലി സൂപ്പേഴ്സ്,
ഷാക്വിലെ ഓനീൽ, ലോറൻ ജാക്സൺ. ഇതൊക്കെ ആരാ? യെസ്, ബാസ്കറ്റ്ബോൾ. 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 അതിൽ മൂന്നാമത്തെയാണ് കേട്ടോ പറഞ്ഞത്. രണ്ടാമത്തെ പറയാം. സെറീന വില്യംസ്, മരിയ ഷാരാപോവ, റാഫേൽ നാഡൽ, നോവക്. ദീസ് ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഗെയിം? ടെന്നീസ്. നമുക്കറിയാം സെറീന വില്യംസ് കേട്ടാൽ തന്നെ അറിയാം എന്താ? ടെന്നീസ്. ടെന്നീസ്. Then fourth one, Muhammad Ali, Sugar Ray Robinson, Cecilia Laila Ali. Muhammad Ali, Sugar Ray Robinson, Cecilia Laila Ali. Boxing. 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 Next, fifth one, Peter Nicol, Jahangir Khan, Laura Massaro, Deepika Palligal. Squash. 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 ചെയ്തോ മോനെ ജീവ? Sixth one, Missy Franklin, Rebecca Sony, Ian Thorpe, Michael. These are swimming. 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 അടുത്തത് വാട്ടർ വാട്ടർ എവരിവർ. വാട്ടർ വാട്ടർ എവരിവർ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ചൂസ് ഫ്രം ദ ബോക്സ്. ബോക്സിൽ ഇത്രയാണുള്ളത്. 100, 0.002, 97, 3, 35, 71. ഒന്നാമത്തത്, വാട്ടർ കവേഴ്സ് നിയർലി ഡാഷ് പെർസെന്റേജ് ഓഫ് ദ എർത്ത് സർഫേസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ എത്ര ശതമാനമാണ് വെള്ളമുള്ളത്? വാട്ടർ കവേഴ്സ് നിയർലി 71%. 71%. 71. Okay. Second one, only dash percentage of the total water on the earth is fresh water. മൊത്തം 71% ഉണ്ടെങ്കിൽ അതിൽ എത്ര ശതമാനത്തിന് മാത്രമേ കുടിക്കാനുള്ളതുള്ളൂ? യെസ്, 3% ഉള്ളി. നമ്മൾ ജോഗ്രഫിയിൽ പഠിച്ച 3%. വാട്ടർ ബോയിൽസ് അറ്റ് ഡാഷ്. വെള്ളം എത്ര ഡിഗ്രിയിലാ തിളക്ക? വെള്ളം തിളക്കുന്ന എത്ര ഡിഗ്രിയിലാ? 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രി. ഓൺ ആൻ ആവറേജ് 100 gram of ocean water has dash gram of dissolved salt. അതായത് 1000 gram of ocean water, 1000 gram സമുദ്രജലത്തില് എത്ര ഡിസോൾവ്ഡ് വാട്ടർ ഉണ്ടാവും? എത്ര ഗ്രാം? 35 gram, 35 gram. ശ്രീ വിഷ്ണു നിജാദ്, $35. Then sixth one, the oceans, seas and bays together have about dash percentage of the earth's water. അതായത് ഓഷ്യനിലും സീയിലും ബേസിലും ഒക്കെ കൂടി
എത്ര പെർസെൻറ്റേജ് വെള്ളമുണ്ട്? 97 അല്ലേ? 97%. 97. ഓക്കെ, അടുത്തത്. In India, we use different ways to conserve water. This helps recharge groundwater reserves and make efficient use of water during dry spells. തനിയെ ചെയ്യാൻ പറ്റില്ലേ? ഒന്നാമത്തെ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ അത്. ഒന്നാമത്തെ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ അത്. An earthen dam built across a small channel to put a brake on the flow of water during rain. This allows water to seep down and collect groundwater. എന്താ അത്? ചെക്ക് ഡാം അല്ലേ? ഒന്നാമത്തത് നമുക്കറിയാം ചെക്ക് ഡാം. രണ്ടാമത്തത് റെയിൻ വാട്ടർ വിച്ച് ഫോൾസ് ഓൺ റൂഫ്സ് ഈസ് കളക്റ്റഡ് ത്രൂ പൈപ്സ്. അതായത് റെയിൻ വാട്ടർ, റൂഫിൽ നിന്ന് റെയിൻ വാട്ടർ പൈപ്പിലൂടെ കളക്ട് ചെയ്യുക. ദിസ് വാട്ടർ ഈസ് ദെൻ എയ്തർ ഡയറക്റ്റ് അണ്ടർഗ്രൗണ്ട് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ആൻഡ് സ്റ്റോർഡ് ഇൻ എ ടാങ്ക്സ് ഫോർ ഫ്യൂച്ചർ യൂസ്. നമ്മൾ കണ്ടിട്ടില്ലേ ചില വീടുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? എന്താ അത്? റൂഫ് ടോപ്പ്, പറ, റൂഫ് ടോപ്പ്, ബാക്കി റൂഫ് ടോപ്പ് വാട്ടർ ഹാർവെസ്റ്റിംഗ്. റൂഫ് ടോപ്പ് വാട്ടർ ഹാർവെസ്റ്റിംഗ്. റൂഫ് ടോപ്പ് വാട്ടർ ഹാർവെസ്റ്റിംഗ്. മൂന്നാമത്തത് നമുക്കറിയാം, നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ വെള്ളം വിടാറില്ലേ? എല്ലായിടത്തും തമ്മടി കറങ്ങി കറങ്ങി ഇങ്ങനെ തെറിക്കുന്നേ എന്താ അത്? സ്പ്രിംഗ്ലർ അല്ലേ? സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. വാട്ടർ ഫ്രം പൈപ്സ് ഈസ് sprayed into the air and allowed to fall on plants like rain. മഴ പോലെ ഇങ്ങനെ ചീറ്റി വിടാറില്ലേ? കറങ്ങി 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 എല്ലാ ഭാഗത്തും എത്തുന്നില്ലേ? അതിനെന്താ പറയാ? സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവേ. ഇപ്പൊ പറഞ്ഞ രണ്ടെണ്ണം നിങ്ങൾ തനിയെ ചെയ്യാട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ക്ലാസ്സിൽ ക്യാമറ ഓണാക്കാതെ ഇരിക്കാൻ പറ്റുന്നവര് ഇരിക്കണ്ട. ക്യാമറ ഓണാക്കി ഇരിക്കാൻ പറ്റുന്നവർ മാത്രം ഇരുന്നാൽ മതി. ഇനി എല്ലാ ക്ലാസ്സിലും ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. ഇന്ന് മുതൽ ഞാൻ എടുത്ത തീരുമാനമാണ്, എൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുന്നെങ്കിൽ ക്യാമറ ഓൺ ആയിരിക്കണം, അല്ലേ ഞാൻ റിമൂവ് ചെയ്യും. ഞാൻ സാറിനോട് ഇന്നലെ പറഞ്ഞു, ഇന്നലെ പാരൻസ് ഒക്കെ വന്നപ്പോൾ പറയുന്നുണ്ട് ക്യാമറ ഓഫ് ആക്കുന്നതായിട്ട്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ സാറിനോട് പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, എൻ്റെ ക്ലാസ്സിൽ ക്യാമറ ഓൺ ആക്കാതെ ഇരിക്കുന്ന കുട്ടികളെ ഞാൻ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.